മിമിക്രി അസോസിയേഷനിൽ സുബി കുറേ വർഷക്കാലം എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരുന്ന ആ സമയത്തൊക്കെ നമ്മൾ ഓരോ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറുമ്പം സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് സുബിയുടെയാണ്. പക്ഷെ അപ്പോഴൊക്കെ സുബി പറയുന്ന കുറേ പേരുകളുണ്ട്, ഞാൻ ഇപ്രാവശ്യം ഇല്ല, അവരെ മറ്റേ ആളെയാക്ക് അല്ലെങ്കിൽ ഇവരെയാക്ക്. അപ്പോൾ അവളില്ലെങ്കിൽ കൂടിയും അവിടെയുള്ള ബാക്കി ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഷോസൊക്കെ വരുമല്ലോ, അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഐറ്റംസുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഇന്ന ഐറ്റം കൊടുക്കുക, അല്ല അത് നീ ചെയ്യുന്നല്ല, അല്ല വേണ്ട ചേട്ടാ അത് എൻ്റെ തെസ്നത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്യട്ടെ, അല്ലെ കൃഷ്ണ ചെയ്യട്ടെ, അല്ല അവർ ചെയ്യട്ടെ, അങ്ങനെ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഒരു മടിയില്ലായിരുന്ന ഒരാളായിട്ടാണ്. അതെ അതെ അതെ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടായിരുന്നു ആദ്യം വന്ന്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവർ പെട്ടെന്ന് വെസ്റ്റേൺ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഇച്ചിരി ഒരു ഓക്വേർഡാണ് കാണുന്നത്. കാരണം മോഹിനിയാട്ടം കളിക്കും പോലെയൊക്കെ തന്നെ ചിലപ്പോൾ ബോളിവുഡ് സ്റ്റൈലൊക്കെ. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കുറേ കളിയാക്കലൊക്കെ ഞാൻ ഏറ്റുവങ്ങിയിട്ടുണ്ട്. ഇതെന്നെ കളിക്കുന്നത് ഇതെല്ലാം ഒരേപോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയൊക്കെ പറയും അത് കുഴപ്പമില്ല, നമ്മൾ ഫോക്ക് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വീഡിയോസ് കണ്ട് പഠിച്ച്. ചേച്ചി അന്ന് ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഇപ്പം അന്നൊക്കെ നമ്മളെപ്പോഴും കൂടുതൽ മലയാളമൊക്കെ തന്നെയല്ലേ കണ്ടിരുന്നത്. നമ്മൾ തമിഴ് തെലുങ്ക് പാട്ടുകളൊന്നും അങ്ങനെ വലിയ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സച്ചിനിലെ പാട്ടൊക്കെ ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ പുതിയ പാട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും. സ്റ്റൈല് എൻ്റെ ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റൈലും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ്.